തീർച്ചയായും ശ്രീ ടി പി സേതുമാധവൻ, നാളത്തെ സുപ്രീം കോടതി വിധി എത്തരത്തിലുള്ളതാകുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാകുമോ എന്ന ആശങ്ക ഒരു വശത്തുണ്ട്. അതേസമയം പ്രതീക്ഷയോടെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇരിക്കുമ്പോൾ ആശങ്കയിലാണ് മറുവിഭാഗം. എന്താണ് പ്രതീക്ഷിക്കുന്നത്? സ്കീമുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും തീർത്തും അനിശ്ചിതത്വത്തിലാണ്. എന്തായിരിക്കും സുപ്രീം കോടതിയുടെ തീരുമാനം എന്നതാണ് എല്ലാവരും താല്പര്യത്തോടെ വീക്ഷിക്കുന്നത്. ഒരു കാര്യം അറിയേണ്ടതുണ്ട്, സുപ്രീം കോടതി ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റിനെ തുടരാൻ വിട്ടു കഴിഞ്ഞാൽ പ്രവേശന നടപടികൾ സുഗമമായി നടക്കും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഒരുപക്ഷെ സുപ്രീം കോടതി അത് വീണ്ടും പുനഃപരിശോധിക്കണം, വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കണം, വ്യക്തമായ പഠനം നടത്തണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഈ വർഷം അനിശ്ചിതത്വത്തോടെ നീങ്ങാനാണ് സാധ്യത. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞാൻ മൊത്തം റാങ്ക് ലിസ്റ്റിൽ വന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് 2 റാങ്ക് ലിസ്റ്റിലും വന്നപ്പോഴുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നിയത് വലിയൊരു മാറ്റം അതിലില്ല. 5ാം റാങ്കുകാരന് 9ാം റാങ്ക് കിട്ടിയതോ 9ാം റാങ്ക് 8ാം റാങ്കുകാരന് 1ാം റാങ്ക് കിട്ടിയതോ വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എറർ കോമ്പിനേഷനും രണ്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ, ഇത് രണ്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്, വലിയൊരു മാറ്റം പഴയ റാങ്കിൽ നിന്ന് പുതിയ റാങ്കിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന സിലബസിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമുണ്ടായി നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ 25ാം റാങ്കിലുള്ള വിദ്യാർത്ഥിയാണെങ്കിലും 100ാം റാങ്കിലുള്ള വിദ്യാർത്ഥിയാണെങ്കിലും ഏതാണ്ട് ഒരേ എഞ്ചിനീയറിംഗ് കോളേജിൽ താല്പര്യമുള്ള ബ്രാഞ്ച് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതൊരു വലിയൊരു പ്രശ്നമാക്കി എടുക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറാകരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പോഴുള്ള അഡ്മിഷൻ വ്യവസ്ഥക്കനുസരിച്ച് അഡ്മിഷൻ പ്രക്രിയയിലേക്ക് നീങ്ങുന്നതാണ് നല്ലത്. അത് അമിതമായി ഉത്കണ്ഠപ്പെടേണ്ട കാര്യവുമില്ല. അതിനപ്പുറം അറിയേണ്ട കാര്യം, സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷണറും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കൂടുതൽ അവധാനതയോടെ കാര്യങ്ങൾ നീക്കാൻ ഇനി ഭാവിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തിന് വഴിയൊരുക്കിയത്. സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥി, സ്റ്റേറ്റ് സിലബസ്, അതുപോലെ തന്നെ CBSE ബോർഡിലെ വിദ്യാർത്ഥി എന്നൊക്കെ പറഞ്ഞ് വിദ്യാർത്ഥികളെ തരംതിരിക്കാൻ പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകരുത്. ഇത് വെറും അത്തരം കാര്യങ്ങൾ അസ്വാരസ്യങ്ങളിലേക്ക് മാത്രമേ നീക്കുകയുള്ളൂ. ഇനിയെങ്കിലും അടുത്ത വർഷത്തെ 2026 സംസ്ഥാന പ്രവേശന പരീക്ഷ നടത്തുമ്പോൾ, എഞ്ചിനീയറിംഗ് പൊതുപ്രവേശനം നടത്തുമ്പോൾ വ്യക്തമായ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. ഒന്നുകിൽ യഥാർത്ഥ ശാസ്ത്രീയമായ സമീകരണ പ്രക്രിയ, നോർമലൈസേഷൻ പ്രക്രിയ കൊണ്ടുവരണം. അല്ലെങ്കിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, പ്രവേശന പരീക്ഷ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അഡ്മിഷൻ പ്രക്രിയയിലേക്ക് പോകണം. മൂന്നാമത്തെ കാര്യം, പ്രവേശന പരീക്ഷ വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ പ്രക്രിയയ്ക്ക് തയ്യാറാകണം. അതുമല്ലെങ്കിൽ പ്രവേശന പരീക്ഷ നടത്തി 60% മുകളിൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ +2 മാർക്കുണ്ടെങ്കിൽ അതിന്റെ ഓരോ 10% മാർക്കിന് 2-3 മാർക്ക് ഒരു റാങ്കിംഗ് ഫ്രെയിംവർക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു പുതിയൊരു റാങ്കിംഗ് സിസ്റ്റത്തിലേക്ക് പോലും ആലോചിക്കാവുന്നതാണ്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും വളരെ പെട്ടെന്ന് എടുക്കേണ്ടതല്ല. വളരെ ആലോചിച്ച് ഒരു വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എടുക്കാവൂ. വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ യാതൊരു നഷ്ടവും ഉണ്ടാകരുത്. സമർത്ഥരായ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കാനുള്ള സവിശേഷ ഗുണങ്ങൾ ഉണ്ടെന്ന് വിലയിരുത്തുന്ന ഒരു അഭിരുചി ടെസ്റ്റും കൂടി ഇതിന്റെ കൂടെ നടത്താൻ സർക്കാർ തയ്യാറാവണം. ഫിസിക്സും മാത്തമാറ്റിക്സിലുമുള്ള കഴിവാണ് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ കഴിവ് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനാൽ ഫിസിക്സിലെയും മാത്തമാറ്റിക്സിലെയും അവരുടെ കഴിവ് നിർണ്ണയിക്കാനുള്ള ശ്രമങ്ങളാണ് ഇനി വരുന്ന പ്രവേശന പരീക്ഷകളിൽ വേണ്ടത്. ഇനി ഒരിക്കലും ഇപ്പോഴുള്ള വിവാദങ്ങൾ കേട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. കാര്യങ്ങളെല്ലാം ശരിയാകും. താല്പര്യമുള്ള ബ്രാഞ്ചുകളിൽ ചേരാൻ ശ്രമിക്കുക. കോടതി വിധി എന്തായിക്കോട്ടെ, ഇപ്പോഴുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാൻ എല്ലാവരും തയ്യാറാകണം. ഇതിനകം തന്നെ കൗൺസിലിംഗ് പ്രക്രിയ ആരംഭിച്ചു. 18ഓടുകൂടി ആദ്യ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും.